ഗോകുലം സ്ഥാപനങ്ങളിലെ റെയ്ഡ് പൂർത്തിയായ പശ്ചാത്തലത്തിൽ പത്രക്കുറിപ്പിറക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചിട്ടിക്ക് എന്ന പേരിൽ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നിയമവിരുദ്ധമായി പ്രവാസികളിൽ നിന്ന് നേരിട്ട 593 കോടി രൂപ സമാഹരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിന്നീട് ഈ പണം അക്കൗണ്ട് വഴി കൈമാറിയെന്നും വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇത് RBI ഫെമ ചട്ടങ്ങളുടെ ലംഘനമെന്നും ED അധികൃതർ അറിയിച്ചു. പ്രവാസികൾക്ക് പണമായി തിരികെ നൽകിയതും ചട്ടലംഘനം. കോഴിക്കോടും ചെന്നൈയിലും ഗോകുലത്തിന്റെ ഓഫീസുകളിലും വീടുകളിലുമായി നടത്തിയ പരിശോധനയിൽ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട രേഖകളും 1.5 കോടി രൂപയും പിടിച്ചെടുത്തതായും EDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ്, ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസ്, ഗോകുലം ഗോപാലന്റെ മകനും MDയുമായ ബൈജുവിന്റെ നീലാങ്കരയിലെ വസതി ഇവിടങ്ങളിലായിരുന്നു റെയ്ഡ്. ചെന്നൈയിലെ റെയ്ഡ് ഇന്ന് പുലർച്ചെയാണ് അവസാനിച്ചത്. ആദ്യം കോഴിക്കോട്ടും പിന്നീട് ചെന്നൈയിലുമാണ് ഗോകുലം ഗോപാലനെ 7.5 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തത്. ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ഫെമ ലംഘിച്ചു എന്നും സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണ് എന്നുമുള്ള വിലയിരുത്തലിലായിരുന്നു പരിശോധനകളും തുടർന്നുള്ള ചോദ്യം ചെയ്യലും. ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിക്കുന്നു. എമ്പുരാൻ സിനിമയ്ക്ക് നിക്ഷേപിച്ച പണവും ഇതിൽ പെടുന്നതാണോ എന്ന അന്വേഷണവും നടക്കുന്നതായി സൂചനയുണ്ട്. അതേസമയം എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും 2022 കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണ് അന്വേഷണമെന്നുമാണ് EDയുടെ നിലപാട്. ചട്ടം ലംഘിച്ച ഗോകുലം ഗ്രൂപ്പ് 593 കോടി രൂപ സമാഹരിച്ചെന്ന് ED. ചിട്ടിക്കെന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് 593 കോടി രൂപ നേരിട്ട് വാങ്ങുകയും പിന്നീട് ഈ തുക അക്കൗണ്ട് വഴി കൈമാറുകയുമായിരുന്നു. ചട്ടം ലംഘിച്ച് വിദേശത്തേക്ക് പണം അയച്ചെന്നും ED കണ്ടെത്തി. RBI ഫെമ ചട്ടലംഘനം. നേരത്തെ 1.5 കോടി രൂപയും രേഖകളും ED പിടിച്ചെടുത്തിരുന്നു. പിടിച്ചെടുത്ത 1.5 കോടിയുടെ ചിത്രങ്ങളും ED പുറത്തുവിട്ടിരുന്നു. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ED ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ തുടങ്ങിയ ED റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അവസാനിച്ചത്. ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ED വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ കോടമ്പാക്കത്തെ സ്ഥാപനത്തിലെ റെയ്ഡാണ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടത്. വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് ED ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെ ചെന്നൈയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. വൈകുന്നേരത്തോടെ ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തി. അവിടെ വെച്ചും ED ചോദ്യം ചെയ്തു. ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ED പരിശോധിക്കുന്നു. EDയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണ് അന്വേഷണം. PMLA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ED പരിശോധന. എമ്പുരാൻ എന്ന ചലച്ചിത്രം വിവാദമായ പശ്ചാത്തലത്തിൽ EDയുടെ ഈ റെയ്ഡിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇതിനെ തുടർന്നാണ് ആദ്യം കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനത്തിലും ED റെയ്ഡിനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരുന്നു. അതിനുശേഷം പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് എത്തിയിരുന്നു. പൃഥ്വിരാജ് അഭിനയിച്ച 3 സിനിമകളുടെ നിർമ്മാതാവ് എന്ന രീതിയിൽ കൈപ്പറ്റിയ 40 കോടിയുടെ വിശദവിവരങ്ങൾ നൽകണം എന്നാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ പശ്ചാത്തലത്തിലല്ല ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ നടന്ന ED റെയ്ഡ് എങ്കിൽ പോലും ഈ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട കളക്ഷനുകളും വിദേശ ബന്ധവും ഒക്കെ ഇവിടെ സംശയാസ്പദമായ നിഴലിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വരും എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരക്കാരുടെ നേരെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അതിന് സിനിമാ സംവിധായകരായാലും സ്ക്രിപ്റ്റ് എഴുതുന്ന ഇതിലായാലും സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തിലായാലും രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യും എന്നുള്ളതിന്റെ ഒരു സന്ദേശവും കൂടി തന്നെയാണ്, ആ ഒരു താക്കീത് കൂടി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ മിന്നൽ നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.